ഓസ്ട്രിയയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. വിക്ടർ ഫ്രാങ്കൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 1942 രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഹിറ്റ്ലറുടെ നാസി പട്ടാളം തടവിലാക്കിയ ഒരു മനുഷ്യൻ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഗർഭിണിയായ ഭാര്യയും മാതാപിതാക്കന്മാരും സഹോദരനും എല്ലാവരും തടവിലാക്കപ്പെട്ടു. കൂടെ അനേകരുണ്ടായിരുന്നു. ഓഷ്വിറ്റ്സ് തടവറ ഉൾപ്പെടെയുള്ള അതിഭീകരമായ പീഡനങ്ങൾ നടക്കുന്ന 3 തടവറയിൽ അദ്ദേഹം താമസിപ്പിക്കപ്പെട്ടു. നീണ്ട 3 വർഷത്തിനിടെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായി അദ്ദേഹത്തിന്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു, മാതാപിതാക്കന്മാരെ നഷ്ടപ്പെട്ടു, സഹോദരനെ നഷ്ടപ്പെട്ടു. ദീർഘമായിട്ടുള്ള പീഡനങ്ങൾക്ക് നടുവിലും അദ്ദേഹം പിടിച്ചു നിന്നു. 1945 ആയപ്പോഴേക്കും അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു. ജയിലിന് പുറത്തേക്ക് അദ്ദേഹം ആനയിക്കപ്പെടുകയാണ്. ഒരു കൂട്ടം മാധ്യമപ്രവർത്തകരെ അദ്ദേഹം ഫേസ് ചെയ്യുന്നുണ്ട്. മാധ്യമപ്രവർത്തകര് അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എങ്ങനെയാണ് ഇത്ര ക്രൂരമായ പീഡനങ്ങൾക്ക് ഇടയിലും നിനക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചത്? അദ്ദേഹം പറഞ്ഞ മറുപടി: നോബഡി ക്യാൻ ഹർട്ട് മീ വിത്തൗട്ട് മൈ പെർമിഷൻ. എൻ്റെ അനുവാദമില്ലാതെ ആർക്കും എന്നെ ഉപദ്രവിക്കാൻ സാധിക്കില്ല. അദ്ദേഹം പറയുന്നു, ഇതൊരു ഇന്നർ ഫ്രീഡത്തിന്റെ തലമാണ്, ആന്തരികമായിട്ടുള്ള സ്വാതന്ത്ര്യം. ഒരു മനുഷ്യൻ ആന്തരികമായിട്ട് സ്വതന്ത്രനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ മറ്റൊന്നിനും അദ്ദേഹത്തെ ദ്രോഹിക്കാനായിട്ട് സാധിക്കില്ല. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി പിൽക്കാലത്ത് ലോഗോ തെറാപ്പി രൂപപ്പെടുത്തുന്നത്. ലോഗോ തെറാപ്പി എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുന്ന ഒരു തെറാപ്പിയാണ്. എല്ലാ ജീവിതത്തിനും ഒരു മീനിങ് ഉണ്ട്. ഈ മീനിങ് എന്താണെന്ന് കണ്ടെത്തുന്ന തെറാപ്പിയാണ് ലോഗോ തെറാപ്പി. വിക്ടർ ഫ്രാങ്കലിൽ നിന്നും നമുക്ക് യേശുക്രിസ്തുവിലേക്ക് വരാം. ഒരു ചുംബനം കൊണ്ട് യൂദാസ് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്നുണ്ട്. ഈശോ വളരെ സൗമ്യമായി യൂദാസിനോട് ചോദിക്കുന്നുണ്ട്: യൂദാസേ, ചുംബനം കൊണ്ടാണോ നീ ഒറ്റിക്കൊടുക്കുന്നത്? ഈശോയുടെ ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നത്. അവന് അട്ടഹസിച്ചില്ല, ക്ഷുഭിതനായില്ല, മറ്റു മാർഗങ്ങൾ ഒന്നും പ്രയോഗിച്ചില്ല. പകരം ഒരേ ഒരു ചോദ്യം യൂദാസിനോട്: യൂദാസേ, ചുംബനം എന്ന് പറയുന്നത് ഏറ്റവും നിർമ്മലമായ ഒന്നാണ്, അതുകൊണ്ടാണോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? ഈശോയുടെ ഇന്നർ ഫ്രീഡമാണ് അവനെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്. എത്ര ഭീകരമായ അവസ്ഥയെയും ആന്തരികമായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഈ അവസ്ഥകളെയെല്ലാം പിന്നിലാക്കി ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തി മുന്നേറാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. കർത്താവായ ഈശോ മിശിഹ നമുക്ക് കാണിച്ചിരുന്ന കാര്യം അത് തന്നെയാണ്. അവനൊരു കൃത്യമായിട്ടുള്ള മിഷൻ ഉണ്ടായിരുന്നു. ആ മിഷൻ ഉള്ളിലുണ്ടായിരുന്നപ്പോൾ ആന്തരികമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ആന്തരികമായ സ്വാതന്ത്ര്യത്തോടെ ഈ മിഷനിലേക്ക് നടക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇത് ക്രിസ്തുവിന്റെ വിജയം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുന്ന അനേകരുണ്ടാവും. ആഴമായി സ്നേഹിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന ബോധ്യമുള്ള പല ആളുകളും ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുകയോ വെറും കച്ചിപ്പേപ്പറായി നമ്മളെ ചുരുട്ടി എറിഞ്ഞ് കളയുകയോ ചെയ്തിട്ടുണ്ടാകാം. ഈ നൊയമ്പ് കാലത്ത് നമ്മുടെ ഹൃദയത്തിലുണ്ടാകേണ്ട ചിന്ത എന്ന് പറയുന്നത്, ആരൊക്കെ എന്തൊക്കെ ചെയ്താലും നോബഡി ക്യാൻ ഹർട്ട് മീ വിത്തൗട്ട് മൈ പെർമിഷൻ. ഇത് എൻ്റെ ആന്തരിക സ്വാതന്ത്ര്യമാണ്. പ്രഭാഷകൻ 15:15 ഇങ്ങനെ പറയുന്നു: നന്മയും തിന്മയും അഗ്നിയും ജലവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഈ തിരഞ്ഞെടുപ്പ് നമ്മുടെ ഇന്നർ ഫ്രീഡത്തിൽ നിന്നും വരുന്നു. നമുക്ക് യഥാർത്ഥ
സ്വാതന്ത്ര്യമുള്ള വ്യക്തികളായിട്ട് മാറാം. നോബഡി ക്യാൻ ഹർട്ട് മീ വിത്തൗട്ട് മൈ പെർമിഷൻ. ആമീൻ.